മുഅവ്വിദത്തൈനിയിൽപ്പെട്ട രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഈ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സിഹ്ർ, വിഷബാധ, കണ്ണേറ്, മറ്റു രോഗങ്ങൾക്കൊക്കെ മന്ത്രിക്കുന്ന സമയത്തും ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ഉഖ്ബത്തെ, നീ ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവയ്ക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. മഹദിയായ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതിയതിനു ശേഷം അത് ഇരു കൈകളിലും ഊതിയിട്ട് സാധ്യമാകുന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തടവാറുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ സൂറത്തുകൾക്ക് മറ്റ് ഒരുപാട് അനേകം പ്രത്യേകതകളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും അഇമ്മത്തും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം.